നാട് നെഞ്ചേറ്റി താരപദവികളിലെത്തിച്ചവർ, നാടിൻ്റെ പൊതു സ്വത്തെന്ന് കരുതിയിരുന്നവർ പോലും സ്വന്തം വിശ്വാസങ്ങൾ മാത്രമാണ് പരിപൂർണമെന്നും അത് മാത്രമേ ശരിയുള്ളൂ എന്നും അതിനു മാത്രമേ ഈ നാട്ടിൽ മുൻഗണനയുള്ളൂ എന്ന് ധരിക്കുന്നവർ മറ്റൊരു വിശ്വാസത്തെ കീറി മുറിച്ചുകൊണ്ട് അതിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് ഒരു മന്ദിരമുയർന്നപ്പോൾ അതിന് പിന്നാലെ പോയവർ എന്ത് തരം മനോഭാവക്കാരാണെന്ന് വളരെ വ്യക്തമായിട്ട് കാണുന്നൊരു കാലമാണ്. അവിടെയാണ് കഴിഞ്ഞ ദിവസം ഗൗരി ലക്ഷ്മി എന്ന പുതുമുഖ ഗായിക വലിയ പ്രതീക്ഷയായി മാറിയിട്ടുള്ളത്. റിപ്പോർട്ടർ ചാനലിൽ വളരെ നിർണായകമായൊരു ദിനം അയോധ്യ വിഷയത്തിൽ സ്വന്തം നിലപാട് ചോദിച്ചപ്പോൾ വയലാറിൻ്റെ വരികൾ ആർജവത്തോടെ പറഞ്ഞു വെച്ച ആ നിലപാടുണ്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും തെളിർമയുള്ളതും ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളതും. അയോധ്യയിലെ കാര്യങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. 10:25 പ്രധാനമന്ത്രി അയോധ്യയിൽ എത്തുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് പോകുന്നതിന് മുമ്പ് നിലപാടും കൂടി പറഞ്ഞിട്ട് പോയാലോ? പോകുന്നതിന് മുമ്പ് പറയാം. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട. ഇല്ല, ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മളെ കണ്ടാലറിയാതായി ലോകം ഭ്രാന്താലയമായി, ആയിരം മാനവഹൃദയങ്ങൾ ആയുധപ്പുരകളായി, മനുഷ്യൻ മണ്ണിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. ഇത്ര ഇന്റലിജന്റ് ആയ ഒരു ഗസ്റ്റിനെ ഇന്ന് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യം. ഇന്ന് പാടിയ പാട്ടുകളിൽ ഈ ദിവസത്തെ പാട്ടെന്നല്ല, മറുപടിയാണ്. വേറെ ഒന്നുമില്ല. എഡിറ്റോറിയൽ പൊസിഷൻ. അതായത് ജനുവരി 22 ഇത്ര ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഇന്റലിജന്റ് ബോൾഡ് അല്ല, നിലപാടുണ്ട്. എനിക്ക് പിന്നെ കൃത്യമായി അറിയാം ഗൗരിയെ. അതുകൊണ്ട് ഗൗരി അത് നിലപാട് പറയുന്നത് എനിക്ക് സംശയമില്ലായിരുന്നുകൊണ്ടാണ് നിങ്ങളുടെ പരാജയം ഞാൻ പറഞ്ഞു. ഗൗരി ലക്ഷ്മിക്ക് നഷ്ടപ്പെടാൻ പലതുമുണ്ട്, പക്ഷേ ഭയപ്പെട്ടില്ല. നിലപാട് വിശദീകരിച്ചു, തുറന്നടിച്ച് ഒരു ചാനലിലൂടെ പറഞ്ഞു. മറ്റു ചിലർ സംഘപരിവാറുകാരുടെ വാറോലകളായി, അവരുടെ പാദസേവകരായി, അവർ ചെയ്യുന്ന പ്രവർത്തനം തങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ പ്രകാശിപ്പിക്കുമെന്ന് കരുതിക്കൊണ്ട് മറ്റുള്ളവരുടെ വേദനയെ കാണാതെ പോയ, തന്നെ താനാക്കി മാറ്റിയതിൽ അവരുമുണ്ടായിരുന്നു പിന്തുണയ്ക്കാൻ, ആ വിശ്വാസങ്ങളും ഒപ്പമുണ്ടായിരുന്നു എന്ന് ചിന്തിക്കാതെ വെറും വാലാട്ടികളായി അധികാര തിണ്ണമിടുക്കിൻ്റെ പിന്നാലെ പോയവർ എല്ലാ കാലത്തും ഈ നാടിൻ്റെ കുലംകുത്തികൾ തന്നെയായിരിക്കും. അതിന് പല പല പേരുണ്ടെന്നു മാത്രം. എന്തായാലും ഗൗരി ലക്ഷ്മിയെ പോലുള്ളവർ പ്രതീക്ഷയാണ്. പുതിയ കാലഘട്ടത്തിൽ ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾക്കപ്പുറം, വിശ്വാസ രാഷ്ട്രീയത്തിനപ്പുറം ഉറച്ച് മനുഷ്യപക്ഷത്ത് നിൽക്കാൻ നിലപാടുള്ളവരുണ്ട് എന്ന് തുറന്നു കാട്ടപ്പെടുന്നത് വലിയ പ്രതീക്ഷയാണ്. ഈ നാട് തോൽക്കാൻ പോകുന്നില്ല എന്നുള്ള വലിയ സാധ്യതയാണ് അവിടെ തുറന്നിടുന്നത്. അതൊക്കെ തന്നെയാണ് ഈ നാടിൻ്റെ മുന്നോട്ട് പോക്കിനെ കൂടുതൽ കരുത്തേകുന്നതും. അല്ലാതെ ചില പ്രിവിലേജുകളുടെ അടിസ്ഥാനത്തിൽ നടന്നു കയറി ചില പദവികളിലെത്തിയതിനു ശേഷം ആ പദവികളിൽ ഭ്രമിച്ചിരുന്ന് മറ്റു പലതിനെയും മറന്നുകൊണ്ട് തൻ്റെ നിലനിൽപ്പിന് വേണ്ടി എടുക്കുന്ന നിലപാടുകൾ ഒരു കാലത്ത് നിങ്ങളെ തിരിഞ്ഞു കൊത്തുകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തന്നെ. അവിടെയാണ് ഗൗരി ലക്ഷ്മിയെ പോലുള്ളവരെ ചേർത്ത് നിർത്തേണ്ടത്. അവരാണ് ഈ നാടിന്റെ പ്രതീക്ഷകളെന്ന് ഉറച്ചു വിളിച്ചു പറയേണ്ടത്. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മളെ കണ്ടാലറിയാതായി ലോകം ഭ്രാന്താ